क्षीरसमुद्रराजतनयां श्रीरङ्गधामेश्वरीं दासीभूतसमस्तदेववनितां लोकैकदीपाङ्कुरां श्रीमन्मन्दकटाक्षलब्धविभवां ब्रह्मेन्द्रगङ्गाधरां तां त्रैलोक्यकुटुम्बिनीं सरसिजां वन्दे मुकुन्दप्रियां श्रीमहालक्ष्मी नमः. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധം 41 അധ്യായമാണ് ഇന്നലെ നാം അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. ലക്ഷ്മി ഉപാഖ്യാനം എന്ന കഥ. സമുദ്രപുത്രിയായി ലക്ഷ്മി എപ്രകാരമാണ് അവതരിച്ചത് എന്ന് ചോദിച്ചതിന് ഉത്തരമായിക്കൊണ്ട് നാരായണ ഋഷി പറഞ്ഞതായിട്ടുള്ള കഥകളെ നമ്മൾ ആ പാലാഴിമഥനം എന്ന് പറയുന്നതായിട്ടുള്ള കഥയാണ് നമ്മൾ ശ്രവിച്ചത്. ആ മഹാലക്ഷ്മിയുടെ വർണ്ണനകളെ തുടർന്നുകൊണ്ട് മഹാലക്ഷ്മിയുടെ അർച്ചനക്രമങ്ങളെയാണ് ഇതിൽ വിശദീകരിക്കുന്നത്. നാരദൻ തൻ്റെ ചോദ്യത്തോടുകൂടി തുടങ്ങണോ? നാരായണ ഋഷിയോട് ചോദിക്കുകയാണ്. ഭഗവാൻ ശ്രീഹരിയുടെ മംഗളകരമായിട്ടുള്ള ഗുണാനുവർണ്ണനവും അതുപോലെ ലക്ഷ്മി ദേവിയുടെ അഭീഷ്ടമായ ഉപാഖ്യാനവും അങ്ങയിൽ നിന്ന് ഞാൻ കേട്ടു. ഇനി ആ ദേവിയുടെ ധ്യാനവും സ്തോത്രവും എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നാരായണ ഋഷി അത് പറയാൻ തുടങ്ങിയത്. ദേവേന്ദ്രൻ പണ്ട് ഈ ക്ഷീരസാഗരത്തിൽ സ്നാനം ചെയ്ത ശേഷം ശുഭ്രവസ്ത്രങ്ങളും ധരിച്ച് ആ ക്ഷീരസാഗര സമുദ്രത്ത് ഘടം സ്ഥാപിച്ച് ഷഡ്ദേവതാ പൂജ നടത്തി. ഗണേശൻ, ആദിത്യൻ, വന്നി, വിഷ്ണു, ശിവൻ, ഭുവനേശ്വരി ഇവരാണ് ഈ ഷഡ്ദേവതകൾ. ഗണേശൻ, ആദിത്യൻ, വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി, വിഷ്ണു, ശിവൻ, ഭുവനേശ്വരി ഈ 6 പേരാണ് ഷഡ്ദേവതകൾ. ഇവരെ പുഷ്പഗന്ധാദികൾ കൊണ്ട് ഭക്തിയോടുകൂടി വിദ്യാംവണ്ണം ആദ്യം ദേവേന്ദ്രൻ പൂജിച്ചു. പിന്നീട് പരമൈശ്വര്യസ്വരൂപിണിയായിട്ടുള്ള മഹാലക്ഷ്മിയെ ആവാഹിച്ചിട്ട് ദേവേന്ദ്രൻ ബ്രഹ്മാവിനോടും ഗുരുവായ ബൃഹസ്പതിയെയും പൂജിച്ചു. ആ സമയത്ത് ആ പവിത്രമായ സ്ഥലത്ത് അനേകം മുനിമാര്, ബ്രാഹ്മണര്, ദേവഗുരു, ഹരി, ദേവസമൂഹം, അതുപോലെ മഹാദേവൻ എല്ലാവരും സന്നിഹിതരായിരുന്നു. ദേവേന്ദ്രൻ പാരിജാത പുഷ്പം ചന്ദനത്തിൽ മുക്കിയെടുത്ത് മഹാലക്ഷ്മിയെ ധ്യാനിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പൂജിച്ചു. പണ്ട് ശ്രീഹരി ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത് സാമവേദോക്തമായ ധ്യാനമാണ്. ദേവേന്ദ്രൻ ആ ധ്യാനത്താൽ മഹാലക്ഷ്മിയെ ധ്യാനിച്ചു. ആ ധ്യാനം ഞാൻ അങ്ങയ്ക്കും പറഞ്ഞു തരാം, കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് ആ സാമവേദോക്തമായിട്ടുള്ള മഹാലക്ഷ്മി പൂജ പണ്ട് ശ്രീഹരി സ്വയം ചെയ്തതായിട്ടുള്ള പൂജാവിധികളെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സഹസ്രദള പത്മത്തിന്റെ കർണികയിൽ സ്ഥിതി ചെയ്യുന്നവള്, ശരത്കാലത്ത് കോടി ചന്ദ്രന്മാർക്ക് ഉള്ള ആ ശോഭ ആർജിച്ചവളും സൽവോത്കൃഷ്ടയും സ്വന്തം തേജസ്സുകൊണ്ട് ജ്വലിക്കുന്നവളും ഒക്കെയായിട്ടുള്ള രത്നഭൂഷണങ്ങൾ അണിഞ്ഞതായിട്ടുള്ള ശോഭിക്കുന്ന പ്രസന്നമുഖിയായിട്ടുള്ള സർവസമ്പൽപ്രദാത്രിയായിട്ടുള്ള ശുഭങ്കരിയായിട്ടുള്ള ലക്ഷ്മിയെ അങ്ങനെ ധ്യാനിക്കാൻ തുടങ്ങി. നാനാ ഗുണങ്ങളിൽ ആശയമായ ആ ദേവിയെ ധ്യാനമന്ത്രം കൊണ്ട് ധ്യാനിച്ച് വേദമന്ത്രങ്ങൾ കൊണ്ട് പൂജിച്ചു. ഷോഡശോപചാര പൂജകളെ ഓരോന്നും വിധിയനുസരിച്ച് മന്ത്രപൂർവകമായിട്ട് ഭക്തിയോടെ ഇന്ദ്രൻ മഹാലക്ഷ്മിയെ പൂജിച്ചു. പലതരത്തിൽപ്പെട്ട ഉപചാരങ്ങൾ എല്ലാം പ്രശസ്തങ്ങളും ഉത്കൃഷ്ടങ്ങളും അത്യുത്തമങ്ങളും ആയിട്ടുള്ളവയെല്ലാം ചെയ്തു. മഹാലക്ഷ്മി അമൂല്യരത്നങ്ങളെ കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച വിചിത്രമായിട്ടുള്ള ആസനം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ആസനം സമർപ്പിച്ചു. ശുദ്ധമായ ഗംഗോദകം സമർപ്പിച്ചു. പാപഭാരത്തെ ദഹിപ്പിക്കുന്ന
അഗ്നിസ്വരൂപമായ ഇതിനെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് പൂവ്, ചന്ദനം, കറുക തുടങ്ങിയവയെല്ലാം അർപ്പിച്ചു. ശങ്കിൽ നിറച്ച് അർഘ്യമായി നൽകുന്നത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് സുഗന്ധ പുഷ്പതൈലവും സുഗന്ധ നെല്ലിക്ക പൊടിയും ദേഹകാന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിപ്രിയായിട്ടുള്ള ഹേ മഹാലക്ഷ്മിയെ ഇവിടത്തേക്ക് സമർപ്പിക്കണു എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. വസ്ത്രങ്ങളെ സമർപ്പിച്ചു. അങ്ങനെ കുറേ ശ്ലോകങ്ങളെ കൊണ്ട് ആ ഷോഡശോപചാര വിധി പൂജകൾ ആണ് അവിടെ പറയുന്നത്. ഷോഡശോപചാര പൂജകൾ എന്താണ് എന്ന് ഞാൻ ഇതിനു മുമ്പ് 2-3 വട്ടം എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുകൊണ്ട് അതെല്ലാം ഞാൻ വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഓരോരോ ഉപചാരങ്ങൾ ദേവിക്ക് ചെയ്ത് പലതും ഇന്ദ്രൻ ദേവിക്ക് സമർപ്പിച്ചതായിട്ടുള്ള ആ ഷോഡശോപചാര പൂജകളെ അവിടെ ദീർഘമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ പറയണത് 1,00,000 പ്രാവശ്യമെല്ലാം ആ മൂലമന്ത്രം ജപിച്ച് ഉപാസിച്ചു മഹാലക്ഷ്മി എന്നാണ് പറയണത്. അങ്ങനെ ദേവിയുടെ മൂലമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഷോഡശോപചാര പൂജകൾ ഇന്ദ്രൻ അവിടെ ചെയ്തു. അങ്ങനെ മന്ത്രശുദ്ധിയുണ്ടായി. മഹാലക്ഷ്മി ദേവേന്ദ്രന് ദർശനം നൽകി എന്നാണ് പറയണത്. സപ്തദ്വീപുകളോടുകൂടിയ ഭൂമിയെ സ്വന്തം തേജസ്സിനാൽ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള മഹാലക്ഷ്മി വെളുത്ത ചെമ്പകപ്പൂവിൻ്റെ വർണ്ണഭംഗിയുള്ളവളും രത്നാഭൂഷണങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്നവളും ഒക്കെ ആയിട്ടുള്ള ആ മഹാലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വീണ്ടും ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും വീണ്ടും മഹാലക്ഷ്മിയെ സ്തുതിച്ചു. ആ സ്തുതി അവിടെ പറയണു. പുരന്ദരവാച, പുരന്ദരൻ ആണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ്റെ പേരാണ് പുരന്ദരൻ എന്നുള്ളത്. അങ്ങനെ ഓരോരോ ചതുർയുഗത്തിലും ഓരോരോ ഇന്ദ്രന്മാർ മാറി മാറി വരും. അപ്പോൾ ഇപ്പോഴുള്ള ഇന്ദ്രൻ്റെ പേരാണത്. പുരന്ദരൻ എന്നാണ് ഇപ്പോഴുള്ള ഇന്ദ്രൻ്റെ പേര്. ആ പുരന്ദരൻ നമ കമലഭാസിന്യേ നാരായണ്യേ നമോ നമ കൃഷ്ണപ്രിയായൈ സതതം മഹാലക്ഷ്മ്യൈ നമോ നമ പഞ്ചപത്രേക്ഷണായൈ ച പത്മാഖ്യായൈ നമോ നമ പത്മാസനായൈ പത്മിന്യൈ വൈഷ്ണവ്യൈ നമോ നമ മുതലായിട്ടുള്ള ധാരാളം ശ്ലോകങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ശ്രീമദ് ദേവി ഭാഗവതത്തിൽ. ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ട് മഹാലക്ഷ്മിയെ സ്തുതിച്ചു എന്ന് പറയാണ്. എന്നിട്ട് ആ ദേവിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. എനിക്ക് വേണ്ട ജ്ഞാനങ്ങളും സർവ്വസൗഭാഗ്യങ്ങളും എല്ലാം തന്ന് അനുഗ്രഹിക്കണമെന്ന് ദേവേന്ദ്രൻ പ്രാർത്ഥിച്ചു. എല്ലാവരും ദേവന്മാർക്കും വേണ്ടി എല്ലാ ദേവന്മാരും വീണ്ടും ലക്ഷ്മിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർക്ക് വേണ്ട വരദാനങ്ങളൊക്കെ ലക്ഷ്മി ദേവി നൽകി. മനോഹരമായിട്ടുള്ള ഒരു പൂമാലയും നൽകി. ആ ദേവസദസ്സിൽ വെച്ച് വിഷ്ണുവിന് ആണ് ആ പൂമാല നൽകിയത്. ഹേ നാരദരെ, ദേവന്മാരെല്ലാം സന്തുഷ്ടരായി സ്വന്തം സ്ഥാനങ്ങളിലേക്ക് പോയി. മഹാലക്ഷ്മിയും ശ്രീഹരിയുടെ വാസസ്ഥാനമായിട്ടുള്ള ആ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ദേവന്മാരെല്ലാം പ്രീതിപൂർവം ശുഭാശിസ്സുകൾ കൊണ്ട് സന്തോഷിച്ചു. മഹാപുണ്യമായിട്ടുള്ള ഈ ഇന്ദ്രൻ സ്തുതിച്ച സ്തുതിയെ ത്രിസന്ധ്യകളിലും ആരാണോ ചൊല്ലുന്നത് അവർക്ക് കുബേരതുല്യനും രാജരാജേശ്വരനുമായി തീരുന്ന പറയണത്. അവരൊക്കെ 5 ലക്ഷം ഇത് ജപിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിദ്ധമായിട്ട് തീരും. സിദ്ധമായ സ്തോത്രം സദാ 1 മാസം ജപിച്ചാൽ മഹാസുഖിയും രാജേന്ദ്രനുമായി ഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല. ധനധാന്യാദികളെല്ലാം അഭീഷ്ടങ്ങളോളം നടക്കുമെന്ന് അതിൻ്റെ ഫലത്തെയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മഹാലക്ഷ്മിയുടെ പൂജാവിധി നാരദന് ശ്രീ നാരായണ ഋഷി പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി ഈ 42-ാമത്തെ അധ്യായം അതോടുകൂടി ഈ
മഹാലക്ഷ്മി ഉപാഖ്യാനം എന്ന ഭാഗങ്ങൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നാളെ മുതൽ അടുത്ത 43-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. ശ്രീ മഹാദേവ്യൈ നമഃ. മഹാലക്ഷ്മീ നമഃ.